ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അല്ലെങ്കിൽ കേരള PSCയുടെ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പുതിയതായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആളുകൾ എങ്ങനെയാണ് നമുക്ക് ഒരു PSC എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ റാങ്കിൽ നമുക്ക് എത്താൻ പറ്റും എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം. അതിൽ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതുപോലെ നമ്മളെ യോഗ്യത കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം PSC നോട്ടിഫിക്കേഷൻ കോൾ ഫോർ ചെയ്യും. അപ്പോൾ നമ്മളുടെ യോഗ്യതക്കനുസരിച്ച് മാച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം അപ്ലൈ ചെയ്യാം. പിന്നീട് നമുക്ക് PSC പറയുന്ന ആ ഒരു സമയത്ത് എക്സാമിനേഷൻ എഴുതാനും കഴിയും. അപ്പോൾ PSCയിൽ എങ്ങനെയാണ് ഒരു കാൻഡിഡേറ്റിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് മൊത്തം വരുന്നത് എന്നൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതിൻ്റെ കറക്റ്റ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവസാനം അഡ്വൈസ് മെമ്മോ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റിലേക്ക് എത്തുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പോൾ നമുക്ക് 2 സെക്ഷനിലായിട്ടാണ് മെയിനായിട്ട് നമുക്ക് എക്സാമിനേഷൻ വരുന്നത്. ഒന്ന് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലും ടെക്നിക്കൽ വിഭാഗത്തിലും. ഇപ്പോൾ 10th ലെവല്, അതേപോലെ തന്നെ +2 ഡിഗ്രി ലെവല്, ആ കാര്യങ്ങളൊക്കെ ഒരു സെഗ്മെൻറ്റിൽ വരും. അടുത്തത് ടെക്നിക്കലായിട്ട് ഇപ്പോൾ ITI അല്ലെങ്കിൽ പോളിടെക്നിക്ക്, BTech, MTech അങ്ങനെ തുടങ്ങിയ ടെക്നിക്കലായിട്ട് വരുന്ന വിഭാഗത്തിലും 2 രീതിയിലാണ് നമുക്ക് എക്സാമിനേഷൻ വരുന്നത്. ടെക്നിക്കൽ വിഭാഗത്തിലുള്ള എക്സാമിനേഷൻ വെച്ച് നോക്കുമ്പോൾ വേക്കൻസി കുറച്ച് കൂടുതൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള 10th ലെവല്, +2 ലെവല്, ഡിഗ്രി ലെവലിലെ എക്സാമിനേഷൻ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ LD ക്ലർക്ക്, LGS, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അങ്ങനെയുള്ള എക്സാമുകൾക്ക് കമ്പാരിറ്റീവ്ലി വേക്കൻസികൾ കൂടുതലായിരിക്കും. ഇനി നമ്മൾ ടെക്നിക്കലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ, ഓവർസിയർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ആ ഒരു കാറ്റഗറിയിൽ പോയി കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് മാന്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വേക്കൻസികൾ കമ്പാരിറ്റീവ്ലി നോൺ ടെക്നിക്കൽ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും ടെക്നിക്കലിൽ വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഏത് എക്സാമിനേഷനിലാണ് അപ്ലൈ ചെയ്തതെന്ന് നോക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കൃത്യമായിട്ട് സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു എക്സാമിനേഷന് പഠിക്കേണ്ടത് എന്ന കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഇപ്പോൾ PSCയുടെ പുതിയതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചോദിക്കുന്നത് വളരെ കുറഞ്ഞു വരുന്നുണ്ട്. അല്ലെങ്കിൽ എക്സാമിനേഷൻ്റെ പാറ്റേൺ തന്നെ മാറിയിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് ഇപ്പോൾ ടെക്നിക്കലായാലും അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ വിഭാഗത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് വരുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് എക്സാമിനേഷനാണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യം സിലബസ് എടുക്കുന്നു. അതിനുശേഷം സിലബസിലുള്ള കണ്ടൻറ്റ് മൊത്തം മാക്സിമം നമ്മൾ പഠിച്ചെടുക്കണം. എപ്പോഴും ഒരു PSC എഴുതുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വരുന്നൊരു ചോദ്യമാണ്, നമുക്കിത് എത്ര കാലം പഠിച്ചാൽ PSCയിൽ ജോലി കിട്ടും, അല്ലെങ്കിൽ എത്ര കാലം നമ്മൾ ഇതിന് എഫേർട്ട് ഇടണം എന്നൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് എത്രത്തോളം സീരിയസ്നെസ് ആയി എടുക്കുന്നു, അല്ലെങ്കിൽ അതിൽ നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നു എന്നതിനനുസരിച്ച് ഇരിക്കും നമ്മളുടെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സിലബസ് എടുത്ത ശേഷം ആ കണ്ടൻറ്റ് മുഴുവൻ നമ്മൾ പഠിക്കണം. ആ കണ്ടൻറ്റിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൃത്യമായി സെപ്പറേറ്റ് ചെയ്ത് കുറച്ചും കൂടി ഗൗരവത്തിൽ നോക്കണം. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം നമുക്ക് ഗൂഗിൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഓരോ ആപ്പുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്ത് എങ്ങനെയാണ് ആ ഒരു എക്സാമിനേഷന്, ഇപ്പോൾ LD ക്ലർക്ക് ആണെങ്കിൽ LD ക്ലർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ, അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഡ്രാഫ്റ്റ് മാന്, അങ്ങനെ വരുന്ന ഓരോ എക്സാമിനേഷനും പ്രീവിയസ് വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 5 6 അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആകുന്ന തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും സംഘടിപ്പിക്കുക. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാഹചര്യമുള്ളതെന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്യാം. നമുക്ക് ഗൂഗിളിൽ നമുക്ക് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മളതിൽ കൃത്യമായി ഓരോ ക്വസ്റ്റ്യൻസും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നോളേജ് അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻസ്, കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ സിലബസ് കൃത്യമായി എടുക്കുന്നു. നമ്മളൊരു ബുക്ക്
ബുക്ക് അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ PDF ആയാലും അല്ലെങ്കിൽ ഓൺലൈൻ കണ്ടന്റ് ആയാലും എന്താണെങ്കിലും കണ്ടന്റ് കൃത്യമായിരിക്കണം. അത് ജെന്യുവിൻ ആയിരിക്കണം. നമ്മൾ ആവശ്യമില്ലാതെ കുറേ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വായിച്ച് സമയം കളയരുത്. അത് കണ്ടന്റ് കൃത്യമായി പഠിച്ച ശേഷം നമ്മൾ പ്രീവിയസ് ഇയർ നോക്കണം, ഒബ്ജക്റ്റീവ് നോക്കണം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായി നോക്കണം. ഈ നോക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യണം, റിവിഷൻ ചെയ്യണം. ഒരു സിലബസ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് നോക്കി ആ കണ്ടന്റ് നോക്കി നെക്സ്റ്റ് കണ്ടന്റിലേക്ക് പോകുന്ന സമയത്ത് ഇത് വീണ്ടും റിവൈസ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കണം നമ്മുടെ പ്ലാൻ വരുന്നത്. ആദ്യം നമ്മളൊരു ടൈം ടേബിൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മളൊരു ദിവസം പഠിക്കേണ്ട ടൈം, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വർക്കിന് പോയിട്ട് പഠിക്കുന്ന ആളുകളുണ്ടാവും, വർക്കിന് പോകാതെ ഫുൾ ടൈം വീട്ടിലിരുന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ കോച്ചിങ് ക്ലാസ്സിന് പോയിട്ടോ ഏത് രീതിയിലാണെങ്കിലും ഏത് സോഴ്സ് യൂസ് ചെയ്താലും നമ്മൾ പഠിക്കേണ്ട കണ്ടന്റുകൾ ഇതാണ്. അപ്പോൾ ആ ഒരു സമയം എങ്ങനെയാണ് കറക്റ്റ് മാനേജ് ചെയ്തിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ ഓരോ ദിവസവും പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൽ എഴുതി അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ ഇതിനെല്ലാം പ്രിപ്പയർ ചെയ്ത ശേഷം ലാസ്റ്റ് നമ്മൾ കണ്ടന്റ് നമ്മൾ വായിച്ചു, സിലബസ് വായിച്ചു, ആ കാര്യങ്ങൾ പഠിച്ചു, മാക്സിമം ഒബ്ജക്റ്റീവ് ചെയ്തു. അതിനുശേഷം നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം. നമുക്ക് OMR ഷീറ്റ് PSCയിൽ നമുക്ക് OMR ഷീറ്റിലാണ് നമുക്ക് എക്സാം എഴുതുക, അതെല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ഒരു എക്സാമിനേഷൻ എങ്ങനെയാണോ PSCയുടെ ഒഫീഷ്യലായിട്ട് എഴുതുന്നത് അതേപോലെ ഒരു ടൈം കൃത്യമായി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് എഴുതാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ടൈം മാനേജ്മെൻറ്റ് കിട്ടും. നമ്മൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ നമുക്ക് സമയം വേസ്റ്റായി പോകാത്ത രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് 100 മാർക്കിനാണ്. നെഗറ്റീവ് കണ്ടന്റുകൾ മാക്സിമം എഴുതാതിരിക്കുക, നെഗറ്റീവ് മാർക്ക് മാക്സിമം കുറയ്ക്കുക. കാരണം ഒരു മാർക്കിനൊക്കെ റാങ്ക് ലിസ്റ്റിൽ വളരെ പുറകിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മാക്സിമം നെഗറ്റീവ് മാർക്കുകൾ കുറച്ചിട്ട് OMR ഷീറ്റിൽ ഇങ്ങനെ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ മോഡലായിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര മാർക്ക് വരും എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ഗൂഗിൾ യൂസ് ചെയ്തിട്ട് പല ആപ്പിലും നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് കൃത്യമായിട്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 1.25 മണിക്കൂറോ വെച്ചിട്ട് കൃത്യമായിട്ട് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം, അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര മാർക്ക് കിട്ടും എന്ന തരത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് PSCയിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്നു, അത് നമുക്കൊരു 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ലിസ്റ്റിൽ വരുന്ന രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ കഴിയും. സിലബസ് എടുക്കുന്നു, അതിന് മുന്നേ നമ്മൾ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്നു, സിലബസ് എടുത്ത് കണ്ടന്റ് അത് ബുക്കായാലും PDF ആയാലും ഓൺലൈൻ മീഡിയ ആയാലും കൃത്യമായി ഫോളോ ചെയ്യണം. ഫോളോ ചെയ്ത് റിവിഷൻ നടത്തി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം, ഒബ്ജക്റ്റീവ് കവർ ചെയ്യണം. അതേപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടില്ല, OMR ഷീറ്റിൽ മാക്സിമം എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് എക്സാമിനേഷൻ അടുത്ത PSCയുടെ ഒഫീഷ്യലായിട്ട് എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് നമുക്ക് ടെൻഷൻ അടിക്കാതെ, കാരണം ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് PSCയെ സംബന്ധിച്ച്. ഇപ്പോൾ മാത്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ടൈം പെട്ടെന്ന് പോകും. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് ഒരു PSC എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയും. പുതിയതായിട്ട് PSC ഫീൽഡിലേക്ക് വരുന്ന ആളുകൾ ഈ ഒരു സ്റ്റെപ്പ് കൃത്യമായി ഫോളോ ചെയ്യുക. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്ത് പറഞ്ഞാലും നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഇടുന്ന എഫേർട്ടാണ് ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലേറ്റ് ആയാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. വേക്കൻസികൾ പല പോസ്റ്റുകൾക്കും നേരത്തെ പറഞ്ഞ പോലെ പരിമിതമാണ്. പക്ഷെ നമ്മൾ ഒരു ജെന്യൂനായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്കുള്ള എൻട്രി നമുക്ക് കിട്ടും. അപ്പോൾ PSC എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക, എക്സാമിനേഷന് പഠിക്കുക. കൂടുതൽ PSCയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ തുടർന്നും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ടൻറ്റുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.